welcome back to Daddy's. ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് അൽബേനിയ ട്രിപ്പ് തുടങ്ങുകയാണ്. ഡാഡിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ട്രിപ്പും കൂടിയാണിത്. അതിൻ്റെ ഒരു സ്പെഷ്യൽ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഹാപ്പിനെസ് ഞങ്ങളുടെ 3 പേരുടെ ഭാഗത്തും കാണാൻ പറ്റും. ഡാഡിക്ക് ട്രെയിൻ കയറുക, ട്രെയിൻ കാണുക, ഇതൊക്കെ ഒരു സ്പെഷ്യൽ ഹാപ്പിനെസ്സും കൂടിയാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ അവൻ ആദ്യം കൊണ്ടുവന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഗൈസ്. റെയിൽവേ സ്റ്റേഷനിലോട്ട്. Open the doors. Open the doors of what? ട്രെയിൻ. അത് ട്രെയിൻ അല്ല. മമ്മി പോയി. Oh no. Oh no, that's not what I expected. Oh no. Oh no, it's just a pity. Where's the train now? Are you waiting for the train? Oh, there's the train coming. Oh wow. Oh wow. There's a train. There's a train. Yeah, train. എന്തോന്ന് വന്ന്? Say hi to train. Hello train. Hello train. Train. This is not our train. ഓടം പിടിച്ച. ഇനി ഒരിക്കലും വിസയറിൽ പോകരുത് എന്നുള്ള ആഗ്രഹം ലാസ്റ്റ് ടൈം ട്രിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വേറെ ഒരു ഫ്ലൈറ്റ് നമ്മുടെ ടൈമിൽ കിട്ടാത്തത് കൊണ്ട് നമുക്ക് വിസയർ തന്നെ ഇത്തവണയും പോകേണ്ടി വന്നു. ഓരോ യാത്രക്കാരുടെ നിന്നും മാക്സിമം എത്രത്തോളം കാശ് ഇവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും എന്നതാണ് ഇവരുടെ മെയിൻ ഗോളെന്നാണ് കഴിഞ്ഞ 2 ട്രാവലിൽ നിന്നും എനിക്ക് മനസ്സിലായത് വിസയറിനെ കുറിച്ച്. ബുക്കിംഗ് ചാർജ് ഒരു റേറ്റ്, ഇതിൽ നമുക്ക് ലഗേജ് കൊണ്ടുപോകണമെങ്കിൽ അതിന് എക്സ്ട്രാ റേറ്റ്, ഹാൻഡ് ലഗേജ് കൊണ്ടുപോകണമെങ്കിൽ എക്സ്ട്രാ റേറ്റ്, ആൻഡ് ഹാൻഡ് ലഗേജ് വിത്തിൻ ദെയർ ആ ഒരു പ്രത്യേക സൈസ് മാത്രമായിരിക്കണം. അതിൽ കൂടി പോയാൽ എഗെയിൻ നമ്മുടെ ചെക്ക് ഇൻ സമയത്ത് എക്സ്ട്രാ റേറ്റ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഫാമിലി ആയിട്ട് നമ്മൾ ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്താലും ഇവർ നമുക്ക് സീറ്റ് തരുന്നത് സെപ്പറേറ്റ് ആണ് ഗൈസ്. അതും ഈവൻ വിത്ത് വി ആർ ട്രാവലിംഗ് വിത്ത് എ സ്മോൾ കിഡ് ആൻഡ് സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറി. So Godwindas, what's your experience about the check-in? Very disappointed with വിസയർ. ഇങ്ങനെയൊക്കെ കാശ് പിടുങ്ങാൻ അങ്ങനെ എല്ലാം കാശ് പിടുങ്ങാൻ നോക്കും വിസയർ. ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹമില്ല വിസയറിൽ, പക്ഷേ അതല്ലാതെ വേറെ എയർലൈൻസ് ഒന്നുമില്ല. ഞങ്ങൾ പോയത് ഡാഡിയുടെ ബർത്ത്ഡേ ഒക്കെ വീട്ടിൽ നിന്ന് ആഘോഷിച്ചിട്ട് അന്ന് ഈവനിങ് ആണ് നമ്മൾ ഫ്ലൈറ്റ് കയറാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് വിട്ടുപോയി. ആൻഡ് അവിടെ എത്തിയപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് പെർ ഹെഡ് ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കേണ്ടി വന്നു. ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് എന്ന് പറയട്ടെ, നമ്മൾ ഫാമിലി ആയിട്ട് വിത്ത് എ സ്മോൾ ബേബി വി ആർ ട്രാവലിംഗ്, അതൊന്നും ഇവർ കാര്യമാക്കാണ്ട് നമുക്ക് സീറ്റ് തരുന്നത് 3 സെപ്പറേറ്റ് പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യുന്നത് പോലെയാണ്. ഡാരി വളരെ കുഞ്ഞായതുകൊണ്ട് മാത്രം ഡാരിക്കും ഗോഡ്വിനും അവർ ഒരുമിച്ച് സീറ്റ് കൊടുത്തു. ആൻഡ് എനിക്ക് തന്നത് വേറെ ലൈക്ക് ഒരു മിഡിൽ, ലൈക്ക് ഗോഡ്വിൻ ബാക്കിലും ഞാൻ മിഡിലും, ആ ഒരു ലെവലിലാണ് ഇവർ നമുക്ക് സീറ്റ് തന്നത്. ദ തിങ് ഈസ് അവിടെ ഒത്തിരി ഫാമിലീസ് ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അവർക്ക് എല്ലാവർക്കും ഇതായിരുന്നു അവസ്ഥ. അവർ പറയുന്ന റീസൺ ഇതാണ്: ഇഫ് യു വാണ്ട് ട്രാവൽ ടുഗെദർ, ഇഫ് യു നീഡ് സീറ്റ് ടുഗെദർ, യു നീഡ് ടു പേ എക്സ്ട്രാ. ആൻഡ് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോ പാസഞ്ചേഴ്സ് ഓക്കെ ആണ്, അവർ കൺവിൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് മാറാം. ബട്ട് അതും ആഫ്റ്റർ ടേക്ക് ഓഫ്, ആഫ്റ്റർ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് സീറ്റ് മാറിയിരിക്കാം. ആൻഡ് ദെൻ ബിഫോർ ലാൻഡിങ് യു നീഡ് ടു ഗോ ബാക്ക് അഗെയിൻ ടു യുവർ ഒറിജിനൽ സീറ്റ്സ്. ലാസ്റ്റ് ടൈം നമ്മൾ പോയത് 1 വർഷം മുന്നേ ആണ്. അത് നമ്മുടെ ഈ വിസ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്റ്റേജിലായിരുന്നു. അവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ എംപ്ലോയീസ് നമ്മളെ കൊണ്ട്, അതായത് നമ്മളെ മാക്സിമം നമ്മൾ വല്ലാണ്ടാക്കിപ്പിച്ച് നമ്മുടെ ഈ ട്രാവൽ തന്നെ എന്തിനായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ബിഹേവിയേഴ്സ് ആയിരുന്നു അവരുടെ കയ്യിൽ നിന്ന്. ഏത് ട്രിപ്പും ആയിക്കോട്ടെ, അതൊരു ചെറിയ ട്രിപ്പാണെങ്കിൽ പോലും നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മൾ പോകുന്നത്. അത് പ്ലാൻ ചെയ്യുന്ന നിമിഷം തൊട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെ നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും നമ്മുടെ ഹാപ്പിനെസ്സും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുപോലെ അത്രയും സന്തോഷത്തോടെ അത്രയും എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഞങ്ങളും ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഞങ്ങളുടെ മുഖത്ത് ഉണ്ടായിരുന്നത് ഈ ബോർഡ് ചെക്ക് ഇൻ ചെയ്യാൻ നിന്നപ്പോൾ നമുക്കത് ശൂന്യമായിപ്പോയി. ലൈക്ക് അതിൻ്റെ ഗ്രാഫ് കുത്തനെ അങ്ങ് താണുപോയി എന്ന് വേണം പറയാൻ. നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകണം ഗൈസ്.
അങ്ങനെ എനിക്ക് തന്ന സീറ്റിൽ ഞാൻ പോയി ഒറ്റയ്ക്കിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഗോഡ്മൻ എനിക്ക് മെസ്സേജ് ഇടുന്നത്. ഗോഡ്മൻ്റെ തൊട്ടടുത്തിരുന്ന അയൽ സീറ്റിലിരുന്ന ഒരു ലേഡിയാണ്. പുള്ളിക്കാരി ചിലപ്പം ടേക്ക് ഓഫ് കഴിഞ്ഞ് വേറെ സീറ്റിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സീറ്റിലോട്ട് നിനക്ക് വരാം എന്ന രീതിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ടേക്ക് ഓഫ് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ആ സീറ്റ് കാലിയാണ്. അപ്പോൾ ഞാൻ തിരിച്ച് ഗോഡ്മൻ്റെ അടുത്ത് പോയിരുന്നു. ആ സന്തോഷമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആൻഡ് അതിനുശേഷം ഞങ്ങളുടെ ഓപ്പോസിറ്റ് സീറ്റിലുണ്ടായിരുന്ന ഫാമിലീസും ആ സമയത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിപ്പോയി. അവരും സെറ്റായിരിക്കുന്ന സമയമാണ്. ആൻഡ് ദേ വർ ലൈക്ക് ഓൾ ഹാപ്പി. ഈ ഒരു ഹാപ്പിനെസ് ലൈക്ക് അതെന്തുകൊണ്ട് അവരിങ്ങനെ ഇത് നമ്മൾ അത്രയും സ്ട്രെസ് ആക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഓൾ ദ ഫാമിലീസ്, ഐ സെഡ് ദ ഫാമിലീസ് ദാറ്റ് ട്രാവലിംഗ് ടുഗെദർ വെർ സ്പ്ലിറ്റ് അപ്പാർട്ട്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ ടേക്ക് ഓഫ് കഴിഞ്ഞ് അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ, പാസഞ്ചേഴ്സ് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ ഫാമിലീസും അടുത്തടുത്തിരിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നേരത്തെ തന്നെ അങ്ങനെ ചെയ്യാമെന്നുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിതിങ്ങനെ മാറ്റിപ്പിക്കുന്നത് അല്ലേ? വെറുതെ ഒരു അൺനെസസറി സ്ട്രെസ് എന്തിനാണ് കൊടുക്കുന്നത്? എനിവേ, എന്തോ ഭാഗ്യം കൊണ്ട് ടേക്ക് ഓഫ് കഴിഞ്ഞ് എല്ലാ ഫാമിലീസിനും ഒരുമിച്ചിരിക്കാൻ ഈ ട്രിപ്പിൽ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഈസ് ലൈക്ക് സ്പെഷ്യൽ ബ്ലെസ്സിങ് ഓർ സ്പെഷ്യൽ ഹാപ്പിനെസ്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വി വർ സോ ഹാപ്പി ടു സിറ്റ് ടുഗെദർ ആൻഡ് ട്രാവൽ ടുഗെദർ. And finally, നമ്മൾ ലാൻഡ് ചെയ്തേക്കാണ് ഗൈസ്, ആൻഡ് വി ആർ ഇൻ അൽബേനിയ now. ഡാലോ ഗോ ഗോ ഗോ. പെട്ടിയൊന്നും കാണുന്നില്ല. നമ്മൾ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പാക്കേജ് എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാം ലാൻഡിങ്ങിന് ശേഷം എല്ലാം നല്ല സ്മൂത്തായിരുന്നു. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ട്. സത്യം പറഞ്ഞാൽ ചെക്ക് ഇൻ ടൈം തൊട്ട് നമ്മൾ ഇച്ചിരി ഡൗൺ ആയിപ്പോയി. ബട്ട് ദെൻ ആഫ്റ്റർ സീയിങ് ദിസ് റിസോർട്ട് ഭയങ്കര ഹാപ്പി ആയിപ്പോയി. ലൈക്ക് നമ്മുടെ പോയ സന്തോഷമൊക്കെ ഒരുമിച്ച് തിരിച്ചു വന്നൊരു ഫീലായിരുന്നു. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിലാണ് നമുക്ക് പീക്ക് എസ്കേപ്പ് എന്നൊരു ഏജൻസി വഴിയാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. അവർ നമുക്ക് തന്ന അക്കോമഡേഷൻ ഇറ്റ്സ് ലൈക്ക് സൂപ്പർബ്. ഇറ്റ്സ് ലൈക്ക് എ 10 on 10. നമ്മൾ ലാൻഡ് ചെയ്തത് മിഡ് നൈറ്റാണ്. റീച്ച് ആയപ്പോഴത്തേക്കും നല്ല ലേറ്റായി. സോ ഡാഡി ഭയങ്കര ടയേർഡായിപ്പോയി. അവൻ ഓൾറെഡി ഹീസ് സ്ലീപ്പിംഗ് നൗ. ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തു ഗായ്സ്. എങ്ങനെയുണ്ട് ഗോഡ്മൻസ് റൂം? നൈസ്. ഹോട്ടൽ ആൻഡ് റൂം കണ്ടപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ സ്വീറ്റസ്റ്റ് ഡെലീഷ്യസ് കേക്ക്. ആൻഡ് ദെൻ ആ കർട്ടനൊന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ ഗായ്സ് ഇറ്റ് വാസ് ലൈക്ക് എ ബിഗ് സർപ്രൈസ് ഫോർ us. ഇറ്റ് വാസ് ലൈക്ക് എ ചെറി ഓൺ ടോപ്പ്. റിസോർട്ട് ആൻഡ് സ്പാ. അടിപൊളി ആംബിയൻസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളത്തെ ദിവസം നമ്മൾ ഫുൾ അൽബേനിയ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും അല്ലേ കോറിൻഡാസ്? ഓക്കെ, ബൈ. സീ യു ഗൈസ്. ബൈ.